ആകെപ്പാടെ ഒരു ടെൻഷനല്ലേ, അതിന്റെ ആകും. രുക്മിണിക്ക് എന്തിനാ ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ? നിങ്ങൾക്കിപ്പോ എന്തുണ്ടായിട്ടായി ടെൻഷൻ? മോളെ, ഇതെന്തു പറ്റി? അത് രാധമ്മേ, അത് അവള് പറയില്ല. അവൾ അതിനെക്കുറിച്ച് ഒന്നും മിണ്ടില്ല. ഇവളെ കുറിച്ച് ഓർത്ത് തന്നെയാ എന്റെ ആദ്യം മുഴുവൻ. എന്താ രുക്മിണി ആന്റി, രമ്യയുടെ കാര്യത്തില് ആന്റിക്ക് എന്തിനാ ഇത്ര ടെൻഷൻ? അത് പ്രിയക്ക് ഇപ്പൊ പറഞ്ഞ മനസ്സിലാവില്ല. പ്രിയ ഒരു അമ്മയല്ലേ. പ്രിയയുടെ മകൾ ഐഷു ആ പ്രായം ആകുമ്പോഴേ പ്രിയക്ക് എന്റെ മാനസികാവസ്ഥയും ബുദ്ധിമുട്ടും ഒക്കെ മനസ്സിലാവും. അമ്മ ഇപ്പൊ ഓക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോവാം. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ മോളെ? കുറച്ചേരം ഇവിടെ ഇരിക്കട്ടെ. രാധേ, നീ ഒരു കാര്യം ചെയ്യും, രണ്ടുപേർക്കും കുടിക്കാൻ നാരങ്ങ വെള്ളം എടുക്കും. ചിലപ്പോ പ്രഷർ താണുപോയതായിരിക്കും ഇതിന്റെ കാരണം. ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിച്ചാ കൺട്രോൾ ആയിക്കോളും. ശരി വേണൂട്ടാ. വേണ്ട രാധമ്മേ. രാധമ്മയോട് ഞാൻ എത്രയോ കാര്യങ്ങളിൽ വഴക്ക് കൂടിയിട്ടുണ്ട്. എനിക്കൊരു ക്ഷീണവും തളർച്ചയും വന്നപ്പോ ഈ ചുറ്റുപാട് ഇത്രയും വീടുകൾ ഉണ്ടായിട്ടും എനിക്ക് ഈ വീട്ടിലാ കേറി വരാൻ തോന്നിയത്. അത് നമ്മൾ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ എന്നോ ഉണ്ടായിരുന്ന ഒരു ആത്മബന്ധത്തിന്റെ നിഷ്കളങ്കമായ സ്നേഹം കൊണ്ടല്ലേ രാധമ്മേ? പ്രിയെ വീട്ടിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് വാടകയ്ക്ക് താമസിക്കാൻ വന്നത് ഓർക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ട് ആന്റി. അന്ന് പ്രിയയുടെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല അല്ലേ? അതെ ആന്റി, ഇവിടെ വന്നതിന് ശേഷമല്ലേ എന്റെ വിവാഹമൊക്കെ നടന്നത്. അന്ന് രമ്യ സ്കൂളിൽ പഠിക്കുന്ന കാലമായിരുന്നു. അന്നൊക്കെ എത്ര സ്നേഹത്തോടെയും സഹകരണത്തോടെയാ നമ്മൾ ജീവിച്ചിരുന്നത് അല്ലേ വേണോട്ടാ? അതെ. കുട്ടികൾ വളർന്നു വലുതായി, അവരുടെ കുസൃതികളും കൂടി. അവരുടെ ആഗ്രഹങ്ങൾ വലുതായപ്പോ നമ്മുടെ ഇടയിലുണ്ടായിരുന്ന സൗഹൃദത്തിനും വിള്ളലുകളുണ്ടായി. അതല്ലേ സത്യം? എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് എന്റെ മകളുടെ വിവാഹം ഒന്ന് നടന്നു കാണണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. എനിക്ക് എത്ര തിരക്കുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിശേഷങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് മാഡം. മാഡം ഇപ്പൊ ഈ പറഞ്ഞത് സീ കേരളത്തിൽ വന്നിട്ടുള്ള ഒരു മാറ്റത്തെ കുറിച്ചല്ലേ? അതെ. രാജു എങ്ങനെ അറിഞ്ഞു? മാഡം, എന്റെ വീട്ടില് അച്ഛനും അമ്മയും എല്ലാവരും സീ കേരളത്തിന്റെ സ്ഥിരം പ്രേക്ഷകരല്ലേ. അപ്പോ സീ കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാവുമ്പോ അത് ഞാൻ അറിയാതിരിക്കൂ? എങ്കിൽ രാജു പറ, സീ കേരളം ചാനലിന്റെ പുതിയ ലോഗോയെ കുറിച്ച് രാജുവിന്റെ അഭിപ്രായം എന്താ? സീ കേരളത്തിന്റെ പുതിയ ലോഗോ ഗംഭീരമല്ലേ? ഹൃദയസ്പർശിയായ പരമ്പരകൾ കൊണ്ട് സ്നേഹബന്ധങ്ങൾ ആഘോഷമാക്കല്ലേ നമ്മുടെ സീ കേരളം. അതെ, രാധമ്മയായിരുന്നല്ലോ സീ കേരളത്തിന്റെ സ്ഥിരം പ്രേക്ഷക. പിന്നെ എപ്പോ തൊട്ടാ വീണുങ്ങൾ സീ കേരളം കാണാൻ തുടങ്ങിയത്? അച്ഛൻ അമ്മയുടെ കൂടെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് സീ കേരളം ചാനലിലെ ചില പരമ്പരകൾ കാണാറുണ്ടായിരുന്നു. ഇപ്പോ അച്ഛനും സീ കേരളത്തിന്റെ സ്ഥിരം പ്രേക്ഷകനായി. രാജു, ഞാൻ കണ്ടുകൊണ്ടിരുന്ന പ്രോഗ്രാമേ ഞാനൊന്ന് കണ്ടു തീർത്തോട്ടെ? ശരി മാഡം, ഞാൻ മാഡത്തിനെ ശല്യം ചെയ്യുന്നില്ല. ഐ എം വെരി സോറി. കരല്ലേ? എന്താവേ? ഇവളെന്തിനാ ഈ കുഞ്ഞിനെ കളിപ്പിച്ചോണ്ടിരിക്കുന്നത്? വല്ലാതെ വിശക്കുകയും ചെയ്യുന്നു. നിനക്കെന്താ ഈ മുറി കാര്യം? നിന്നോടല്ലേ ചോദിച്ചേ? നിന്റെ നാറങ്ങി പോയടി. ദീപക് പ്ലീസ്, വെറുതെ ഒച്ച ഉണ്ടാക്കാതൊന്ന് ഇറങ്ങിപ്പോ. കുഞ്ഞിനെ ഉറങ്ങണം. അങ്ങനെ നീ ഇപ്പൊ കുഞ്ഞിനെ ഉറക്കണ്ട. അല്ല, നീ എന്തിനാ ഇപ്പൊ കുഞ്ഞിനെ ഉറക്കാൻ പോകുന്നേ? ഇതിനെ തള്ള എവിടെ? തള്ളയോ? അമ്മയെന്ന് പറയടാ. അതെങ്ങനെയാ?
നിനക്കതൊന്നും അറിയില്ലല്ലോ. അമ്മ എന്ന വാക്കിന്റെ അർത്ഥവും മഹത്വം അറിയണമെങ്കിലേ നിന്റെ അമ്മ അത് നിന്നെ പഠിപ്പിക്കണമായിരുന്നു. ദേ, രാവിലെ തന്നെ എന്റെ അമ്മയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞതല്ലല്ലോ, നീ പറയിപ്പിക്കുന്നതല്ലേ. സംസാരിക്കുമ്പോ നന്നായിട്ട് ആലോചിച്ച് സംസാരിക്കുന്നത് നിനക്ക് നല്ലതായിരിക്കും. ഇല്ലെങ്കിലേ വായിക്കാത്ത പല്ലിന്റെ എണ്ണം കുറയും. നിനക്കേ അത്രയ്ക്ക് ധൈര്യമായോ? ധൈര്യം ആയോന്നോ? അതിന് എപ്പോഴാണ് ഞാൻ നിന്നെ പേടിച്ചിട്ടുള്ളത്? ദീപക്കെ, വെറുതെ നിന്ന് ബഹളം വെക്കാതെ പോ. കുഞ്ഞിന് ഉറങ്ങണം. നീ എന്തിനാണ് ഈ കുഞ്ഞിനെ ഉറക്കുന്നത്? നീ എന്താന്ന് വെച്ചാ ചെയ്യ്. ആദ്യം എനിക്ക് വന്ന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കും. എനിക്ക് വിശക്കുന്നു. നിനക്ക് വിശക്കുന്നെങ്കിൽ നീ പോയി എടുത്ത് കഴിക്ക്. നിനക്കെന്താ കൈയില്ലേ? ഋതികേ, അമ്മ വീട്ടിലില്ല. രാവിലെ ക്ഷേത്രത്തിൽ പോകുന്ന ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു. നീ വന്ന് എന്തെങ്കിലും എടുത്തു വെക്കും. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അല്ല, നിന്റെ ഭാര്യതെ കുളിക്കുന്നുണ്ട്. അവള് കുളി കഴിഞ്ഞ് വരുമ്പോ പറയ്, നിനക്ക് വിശക്കുന്നു, ആഹാരം എടുത്ത് വെക്ക. അവളെന്റെ ഭാര്യയൊന്നുമല്ല. അവളെ എന്റെ ഭാര്യയായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടൊന്നുമില്ല. അഗ്നിസാക്ഷിയായിട്ട് അവളുടെ കഴുത്തില് നീ താലി കെട്ടിയതാ. അതിന് ഈ കുടുംബക്കാരും നാട്ടുകാരും സാക്ഷികളാ. നീ ചെല്ലു, അവള് വന്ന് നിനക്ക് ഭക്ഷണം എടുത്തു തരും. ഒന്ന് പോടി. അവളുടെ ഒരു അഗ്നിസാക്ഷി. എന്റെ സമ്മതം ഇല്ലാതെ എന്നെ കൊണ്ട് അവളെ താലി കെട്ടിച്ചിട്ട് കൂടുതൽ നിന്ന് പ്രസംഗിക്കുന്നു. അല്ലെങ്കിൽ വേണ്ട, ദിവ്യ തന്നെ വന്ന് ഭക്ഷണം എടുത്ത് തരട്ടെ. ഭക്ഷണം ചൂടാക്കി തരാൻ അവള് കിച്ചണിൽ കയറും. അപ്പോ അവൾക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. നീ അവളോടെ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്കാൻ പറ. നീ ചെല്ല്, ഞാൻ പറഞ്ഞേക്കാം.